ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ സമാധാനം. ഈ സമാധാനം കിട്ടിയായിരുന്നെങ്കിൽ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ ഓരോ ദിവസം ഓരോ പണി കിട്ടുന്നതല്ലാണ്ട് ഒന്നും അങ്ങോട്ട് കുറഞ്ഞു വരുന്നതുമല്ല. പിന്നെ ഇത് കണ്ട് ചിരിക്കാനിരിക്കുന്നവരാണെങ്കിൽ ഐ ഡോണ്ട് കെയർ. ഇപ്പം എന്നെ ആകെ അഴട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അസൈൻമെൻറ്റാണ്. 2 ആഴ്ചയ്ക്ക് മുന്നേ തന്നതാണെങ്കിലും തലേദിവസം എഴുതുന്നതല്ലേ അതിൻ്റെതായ ഒരു ശരി. അസൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനും പറ്റത്തില്ല. കാരണം എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, നല്ല വെയിറ്റേജ് തോന്നിക്കുന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. 26 പേജ് ഇതിന് വേണ്ടിയിട്ട് എഴുതിയാൽ എക്സാമിൽ 5 പേപ്പറായി ഞാൻ മാക്സിമം അങ്ങോട്ട് വോമിറ്റ് ചെയ്ത് വെക്കാം. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ മടി എന്നെ അതിനൊന്നും സമ്മതിച്ചില്ല. ഇതൊന്ന് തീർത്തിട്ട് വേണം ഇനിയൊരു പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ട്. അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും വേറെ 2 പേരെ ഏൽപ്പിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. എന്ത് ചെയ്യാനാ, ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് മിറാക്കിൾസ് എന്ന് തന്നെ വേണം പറയാം. നല്ലൊരു മെലഡി സോങ്ങും കേട്ടിട്ടാണ് വീണ്ടും ഞാൻ എൻ്റെ എഴുത്ത് തുറന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് നല്ല രീതിയിൽ നെക്ക് പെയിനും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ക്രോം ബുക്കാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം നെക്ക് പെയിൻ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ബുക്കിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഒക്കെ നോക്കിയിരിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ആ ടൈമിലാണ് എനിക്ക് ഈ ക്രോം ബുക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഇടയിൽ ഏതാണെങ്കിലും പ്രസൻറ്റേഷനും തയ്യാറാക്കിയിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നീ എവിടെ പോയി ഡിസൈൻ മാറ്റാനാ? നീ മാറ്റിയിട്ട് വാ. അടി അയച്ചു കൊടുക്കും. മലയാളത്തിലായിരുന്നെങ്കിൽ ഞാൻ തകർത്തേനെ. എനിക്ക് ഇംഗ്ലീഷ് ഞാൻ എന്തോ തകർത്താനെ. ഞാൻ മലയാളം വീഡിയോ സത്യം പറഞ്ഞാൽ ഈ കുട്ടിപ്പിശേഷ് പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത് ഓഡിയോ മാത്രം പോലെ വീഡിയോയും വേണം പ്രസൻറ്റേഷന്. എന്ത് ചെയ്യാനാ ഗൈസ്, ഞാൻ ട്രാപ്ഡായി.